പോയിട്ട് വരട്ടെ. രാധാ ഇറങ്ങാൻ പോണു. ഒരു 2 മിനിറ്റ് 2 മിനിറ്റ് അണ്ണ ഒന്ന് മാനേജ് ചെയ്തേക്ക്. പറഞ്ഞോ. ജോബ് സൂപ്പറാ. എന്തിനാണ് സൂപ്പർ? ഞാൻ BBA ആയിരുന്നു. ഓക്കെ, ഒരു മിനിറ്റ്. ഹലോ, വന്നിട്ടുണ്ട് ഗൈസ്. എടി ഞാൻ കാര്യമായിട്ടില്ലേ, ഞാൻ ട്രെയിനിലാണോ അതോ ഇനി ഫ്രണ്ട്സിന്റെ കൂടെ ഇനി മറ്റേ കാറിലാണോ അങ്ങനെയാണ് ചോദിച്ചത്. നീ എന്തിനാടി എല്ലാത്തിനും നോക്കൂ. ഇനി നിന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ചിക്കാണ് പൊടി സ്ക്രീമർ. ഞാൻ BBA ആയിരുന്നു. എനിക്ക് ഒന്ന് BBA ആണ്. മാൻ യോ നെയ്മ ഹായ്. എല്ലാരും ഫുഡ് കഴിച്ചാ? നാമി, നിന്റെ പനി എങ്ങനെയുണ്ട്? പനി കുറവില്ലേ നിനക്ക്? നമ്മുടെ ലൈവിൽ ആദ്യമേ എത്തുന്ന ആളായിരുന്നു നീയും അനന്യയൊക്ക. ബട്ട് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നിനക്ക് പനി കുറവില്ലേന്ന്. ഓക്കെ ഓക്കെ. അപ്പം ഇവിടുന്ന് എത്ര മണിക്ക് ഇവിടുന്ന് എത്ര മണിക്കാ ബ്രോ ഇറങ്ങാൻ നിബിൻ ബ്രോ? അപ്പൊ അവിടെ എത്ര മണിക്ക് എത്തും? ബാംഗ്ലൂർ എത്ര മണിക്ക് എത്തും? സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടിയ? ഇല്ലെന്ന്, 3 സപ്ലൈ ഉണ്ടെന്ന്. 3 സപ്ലൈ ഉണ്ട്. അണ്ണന് എത്ര സപ്ലൈ ഉണ്ടെന്നാ? എനിക്ക് ഒരെണ്ണേ ഉള്ളു. ഓക്കെ, എഴുതി എടുത്തൂടെ? 2 വട്ടം എഴുതി 2 വട്ടം പോയി, പിന്നെ എഴുതാൻ പോയില്ല. കുറവില്ല, ഇനിയും കൂടിയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. ഓക്കെ, നമ്മുടെ ലൈവ് കാണുന്ന ലൈവിന്റെ പ്രശ്നമാണോ എന്തോ, എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു പനി. ബ്രദർ സിസ്റ്റർ ആണോ? ഫ്രണ്ട് ആണ് നിശാന്ത് അണ്ണൻ. എനിക്ക് എന്റെ ബ്രദറിനെ കണക്കാണ്. കമന്റ് വരുന്നുണ്ടോ? ഡെയിലി കമന്റ് വരുന്നില്ല. കിഴങ്ങിനെ കാണുന്നുണ്ടോ ആരെങ്കിലും? കമന്റ് വരുന്നുണ്ടല്ലോ. ഓള് കൊടുക്കോ? ചാറ്റ് ഓള് കൊടുക്ക്. അത് കൊടുത്തിട്ടാണ് വരാത്തത്. പാസ്സായാലല്ലേ കിട്ടൂ. അതാണ്, പാസ്സായാലല്ലേ കിട്ടത്തുള്ളൂ. അനാമി എല്ലാരുടെ അടുത്തും ഹായ് പറഞ്ഞിട്ടുണ്ട്. ചേട്ടന് പഠിക്കാനുള്ള കഴിവില്ല. എഴുതിത്തരതല്ല, എഴുതാൻ പറ്റാതെ ആയിപ്പോയി ഞങ്ങൾക്ക്. അതെന്താണ്? എന്താ എഴുതാൻ പറ്റാതായി പോയത്? എന്താണ്? എനിക്ക് 21 സപ്ലി ഉണ്ട്. അനന്യ മൈൻഡ് ചെയ്യാത്തോണ്ടാണ്. എടി നീ കമന്റ് ഒന്നും കാണുന്നില്ല അനന്യ. രാത്രി 11 മണിക്ക് കയറും ചിന്നക്കട ബാംഗ്ലൂർ. 7 AM എത്തും. ഓക്കെ ഓക്കെ. അപ്പം ഇവിടുന്ന് രാത്രി പുറപ്പെട്ട് കഴിഞ്ഞാൽ വെളുപ്പിനെ അവിടെ ബാംഗ്ലൂർ എത്തും അല്ലേ? എനിക്ക് നോ സപ്ലി. അണ്ണ അതൊന്ന് ഓളൊന്നും കൂടി കൊടുത്തു, മറ്റേ അല്ലാതെ കൊടുത്തിട്ട് ഓള് കൊടുക്ക്. അടിച്ചു പോയി ചേട്ടാ. ചേട്ടൻ്റെ എല്ലാം അടിച്ചു പോവുകയാണ്. കാരണം ഇന്നാള് പുതിയ ബ്ലൂടൂത്ത് ആയിരുന്നു കൊണ്ടുവന്ന് തറയില് സുഖമായിട്ടിട്ട്. ഒരു ദിവസം ഞാൻ വിളിച്ചിരുന്ന സമയത്തായിരുന്നു കൊണ്ടുവന്ന് തറയിട്ട്. പിന്നെ ഞാൻ പറയുന്നത് കേൾക്കാൻ വയ്യ. ഞാൻ അത് വേണമെങ്കിൽ പറഞ്ഞ് ഞാൻ കണ്ണു വെച്ചതാണ്. ഇവരുടെ കാര്യത്തിൽ നിന്ന് നിശാന്ത് അണ്ണനെയും ഗോകുൽ അണ്ണനെയും എന്റെ ഹസ്ബൻഡിന്റെയും കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഇവർ പോയി ചെയ്യണമെങ്കിൽ അവർക്ക് അതിനുള്ള പ്രതിഫലം കിട്ടിയിരിക്കും. അത് അങ്ങനെയാണ്. ഞാൻ ചോദിക്കട്ടാ, നിങ്ങളുടെ അടുത്ത് 3 പേർക്ക് ഞാൻ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള തിരിച്ചടി കിട്ടത്തില്ലേ? ഒരു തിരിച്ചടി കിട്ടത്തില്ല. അയ്യോ അയ്യോ, ചുമ്മാതാണ് ഗൈസ്. ഇഷ്ടംപോലെ പണി കൂട്ടിയിട്ടുണ്ട്. പോയിട്ട് മായാവി ഹായ്. മായാവിയുടെ കാലിലെ പ്ലാസ്റ്റർ ഒക്കെ ഊരിയെടുത്തോ? നിബിൻ ബ്രോ പോയോ?